നിങ്ങൾ അഞ്ചാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ എത്ര ചാപ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്? 5 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പാർട്ടിൽ. സോ അതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററായ Know the plant world closely. So know the plant world closely എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലൈക്ക് ഐ സെഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, നമ്മൾ പഠിക്കുന്ന എല്ലാ ചാപ്റ്ററിനും, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്ററിനും 2 തരത്തിലുള്ള പോർഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പോർഷൻ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് യു ഇൻ ടു ദ സബ്ജക്റ്റ്, ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് യു ഇൻ ടു ദി ചാപ്റ്റർ. അല്ലാതെ എക്സാം പർപ്പസിനായിട്ട് അതിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് ദ കോർ പോർഷൻ ഓഫ് ദാറ്റ് ചാപ്റ്റർ. സോ ആ കോർ പോർഷനകത്താണ് ആക്ച്വൽ കൺസെപ്റ്റ് ഉള്ളത്. ആ ആക്ച്വൽ കൺസെപ്റ്റ് കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദാറ്റ് ഇൻ ദ എക്സാം. യു ക്യാൻ റൈറ്റ് എ ഗുഡ് ആൻസർ ആൻഡ് യു ക്യാൻ സ്കോർ മാക്സിമം. സോ എക്സാം പർപ്പസിന് ഈ കോറാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് വെറുതെ മഗപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, സോ ഇതിനകത്ത് ഈ പോർഷൻ എടുത്ത് നോക്കിയാൽ ഇത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് കുറച്ച് പോർഷൻ നിങ്ങൾക്ക് അത് വായിക്കാം. അത് കഴിഞ്ഞ് പറയുന്നത് ഇതൊരു പിക്ചറാണ്. ഈ പിക്ചറിനകത്ത് ഒരുപാട് ക്രോപ്സ് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ബാർലി ഇൻ ദാറ്റ്, യു ക്യാൻ സീ പൊട്ടറ്റോ ഇൻ ദാറ്റ്, യു ക്യാൻ സീ ടോപ്പിയോക്ക ഇൻ ദാറ്റ്, യു ക്യാൻ സീ ചീര ഇൻ ദാറ്റ്, സോ യു ക്യാൻ സീ സെവറൽ ഫ്രൂട്ട്സ് ഇൻ ദാറ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. സോ താഴെ അതിനെ പറ്റിയുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളുമാണ്. സോ ഇതിനകത്ത് കണ്ട കുറച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നുണ്ടോ? All are parts of plants, aren't they? Are you able to identify these plants? ഈ പ്ലാന്റ്സിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Can you identify? ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത്. Tabulate them down in your science diary. സോ അതിനകത്ത് റൂട്ട് ഉണ്ട്, ചിലതിനകത്ത് ലീഫ് ഉണ്ട്, ചിലതിനകത്ത് ഫ്രൂട്ട് ഉണ്ട്, പിന്നെന്തോ ഉള്ളത്, ചിലതിനകത്ത് സീഡ് ഉണ്ട്, ചിലതിനകത്ത് സ്റ്റെം ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെ കൊടുത്തിരിക്കുക. സോ ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് ദ അമരാന്തസ്? ചീരയുടെ ഇംഗ്ലീഷ് വേർഡാണ് അമരാന്തസ്. ചീരയെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നോ ഇഷ്യൂ വിത്ത് ദാറ്റ്. സോ ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് അമരാന്തസ്? ആക്ച്വലി ലീഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പോരും പലയിടത്തും നിങ്ങൾക്ക് കാണാം, നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല, ബട്ട് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിക്കുമ്പോഴൊന്നും ചീരയൊന്നും ആക്ച്വലി ആ ലീഫ് മാത്രമല്ല കിട്ടുന്നത്, ഇൻക്ലൂഡിങ് ഇറ്റ്സ് സ്റ്റെം. റൂട്ട് മാത്രമേ ഉള്ളൂ ചീരയുടെ ഉപയോഗിക്കാത്ത, ബാക്കി പാർട്ട് എല്ലാം ഉപയോഗിക്കും. ഓക്കെ, ബട്ട് ജനറലി നമ്മളെ ലൊക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചീരയുടെ ലീഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് വി ക്യാൻ യൂസ് എവറി പാർട്ട് ഓഫ് ദ ചീര എക്സെപ്റ്റ് റൂട്ട്. ഓക്കെ, സോ ഹാവൻറ്റ് യു സീൻ കോളിഫ്ലവർ? സോ കോളിഫ്ലവർ കണ്ടോ നിങ്ങൾ? കോളിഫ്ലവർ ഈ പിക്ചറിൽ കണ്ടോ? ഇല്ല, പിക്ചറിനകത്ത് കോളിഫ്ലവർ ഇല്ല. കോളിഫ്ലവർ കാണുന്നത് ഇതാ കോളിഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാവൻറ്റ് യു സീൻ കോളിഫ്ലവർ? വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ്? സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതിന് ചുറ്റിനും കാണുന്ന ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ലീഫാണ്. ഇതിന് നടുക്ക് കാണുന്ന ഇതെന്ന് പറയുന്നത് ഇൻഫ്ലോറസെൻസ് ആണ്, ഓർ മലയാളത്തിൽ പറഞ്ഞാൽ പൂങ്കുല. നമ്മൾ തെങ്ങിൻ്റെ പൂങ്കുല എന്നൊക്കെ പറയത്തില്ലേ? സോ ആ പൂങ്കുലയാണിത്, ഇൻഫ്ലോറസെൻസ് ആണിത്. സോ ഈ പൂങ്കുല ഇതാണ് നമ്മൾ ഈറ്റ് എന്ന് പറയുന്നത്, ഓർ ദ എഡിബിൾ പാർട്ട് ഓഫ് ദി കോളിഫ്ലവർ ഈസ് ഇറ്റ്സ് ഇൻഫ്ലോറസെൻസ്. ഓക്കെയാ? പക്ഷേ അഗെയിൻ നമ്മൾ ലീഫ് കഴിക്കാറില്ലെങ്കിലും ഒരുപാട് പേര് ലീഫ് കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മെയിൻലി നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യ, ഫുഡിന് സ്കേഴ്സിറ്റി ഉള്ളിടത്തെല്ലാം ദേ യൂസ് മാക്സിമം ഔട്ട് ഓഫ് ദിറ്റ്. ഓക്കെ, ബട്ട് ജനറലായിട്ട് ചോദിച്ചാൽ വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ് എന്ന് ചോദിച്ചാൽ ഇൻഫ്ലോറസെൻസ് ആണ്. എക്സ്പാൻഡ് ദ ടേബിൾ. ഓക്കെ, സോ ഇനി പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് ക്രോപ്സിനെ കുറിച്ചും ആ ക്രോപ്സിൻ്റെ ഏതൊക്കെ പാർട്ടാണ് നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ്? എല്ലാ പ്ലാന്റ്സിനും എഡിബിൾ പാർട്ട് ഉണ്ടോ? എഡിബിൾ പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എഡിബിൾ പാർട്ട്? Edible parts are the parts of the plants which are good for eating, okay, or which are good for our human consumption. Are you getting that? So for example, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന സെക്കൻഡ് പേജ്, നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന തേക്ക് മരമല്ലേ നിങ്ങളുടെ വീട്ടിൽ? സോ തേക്ക് മരത്തിന്റെ ഏതെങ്കിലും പാർട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? രാവിലെ നിങ്ങൾ തേക്ക് മരത്തിന്റെ ഇല പറിച്ച് തോരൻ വെച്ച് കഴിക്കുന്നുണ്ടോ? ഇല്ല. So there are plants which part are sometimes edible, or other trees are there, other plants are there, its parts are edible. So edible ഉണ്ട്, നോൺ edible ഉണ്ട്. ഇനി ഒരേ പ്ലാന്റ് തന്നെ എടുത്താൽ, നമ്മൾ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു അമരാന്തസ് ചീരയുടെ കാര്യം നമ്മൾ പറഞ്ഞു. വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് വി യൂസ് ഫോർ ഫുഡ്? സോ ഏത് പാർട്ടാണോ നമ്മൾ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതാണ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ അമരാന്തസിന്റെ റൂട്ട് വി വോണ്ട് യൂസ്.
Yes or no? Yes. Cauliflower in mainly its inflorescence we use as food. That is its edible part. So ഒരു പ്ലാന്റിൽ തന്നെ അതിന് edible പാർട്ടും നോൺ edible പാർട്ടും കാണും. അതുപോലെ തന്നെ പല പ്ലാന്റുകളിലും edible പാർട്ടുകൾ കാണും, പല പ്ലാന്റുകളിലും edible പാർട്ട് കാണില്ല. Okay. So here you can see some pictures are given. First one എന്ന് പറയുന്നത് പെപ്പർ ആണ്, പിന്നെ ക്ലോവ്സ്, പിന്നെ ടർമറിക്, ജിഞ്ചർ, കാർഡമം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ? നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ തന്നിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മൾ സ്പൈസസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആക്ച്വലി. സോ പെപ്പർ, ക്ലൗസ്, ജിഞ്ചർ, കാർഡമം, ദീസ് ഓൾ ആർ സ്പൈസസ്. നമ്മളുടെ ഫുഡിന് ഒരു അരോമാറ്റിക് സ്മെല്ല് കിട്ടാനും ഒരു നല്ല ടേസ്റ്റ് കിട്ടാനും നല്ല ചില്ലി സ്പൈസി എഫക്റ്റ് കിട്ടാനൊക്കെയാണ് വി യൂസ് മെയിൻലി ദീസ് പ്ലാന്റ് പ്രൊഡക്ട്സ്. ഓക്കെ. സോ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ പെപ്പർ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഏത് പാർട്ടായിട്ടാണ് വരുന്നത്? പെപ്പർ എന്ന് പറയുന്നത് സീഡ് ആണ് ആക്ച്വലി. സോ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അത് സീഡ് പോഡാണ്, POD. സോ സീഡ് പോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും കൺഫ്യൂസ് ചെയ്യേണ്ട. സീഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം വിത്ത്. സോ ഈ സീഡ് ഇതാ ഇങ്ങനെ ഒരു ലൈൻ സ്ട്രക്ചറിൽ വന്നിട്ട് രണ്ട് സൈഡിലും ഒരുപാട് ഗ്രോത്ത് ഹാങ്ങിങ് ആണെങ്കിൽ നമ്മൾ അതിനെ പോഡ് എന്നാ പറയുന്നത്, POD. സോ സീഡ് പോഡാണ് പെപ്പറിൽ. ക്ലൗസിൽ അത് ഫ്ലവർ ബഡ് ആണ്. സോ കീപ്പ് ഇൻ മൈൻഡ് ഫ്ലവർ ബഡ് ആണ്. സോ ക്ലൗസ് നിങ്ങൾക്ക് അറിയാമോ? ഗ്രാമ്പൂ നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ബിരിയാണിക്കകത്ത് കിട്ടിയിട്ടില്ലേ? സോ അതാണ് ക്ലൗസ് എന്ന് പറയുന്നത്. പിന്നെ ടർമറിക് കാണാം നിങ്ങൾക്ക്, പിന്നെ ജിഞ്ചർ കാണാം. ടർമറിക് ആണെങ്കിലും ജിഞ്ചർ ആണെങ്കിലും അത് സ്റ്റെം ആണ് ആക്ച്വലി. നമുക്ക് റൂട്ട് ആണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിൽ അത് റൂട്ട് അല്ല, അത് സ്റ്റെം ആണ്, മോഡിഫൈഡ് സ്റ്റെം ആണത്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അതിൻ്റെ എക്സാക്ട് വേർഡ് റൈസോം എന്നാണ്. റൈസോം എന്നാണ്. നിങ്ങൾക്ക് എക്സാമിന് വേണമെന്ന് തോന്നില്ല, എന്നാലും അറിഞ്ഞിരുന്നു വെച്ചോ. സോ ഈ ഒരു സ്പെഷ്യൽ പാർട്ടിനെ റൈസോം എന്നാണ് പറയുന്നത്. ഓർ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത് മോഡിഫൈഡ് സ്റ്റെം ആണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാം കാർഡമം. സോ ആ പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ജിഞ്ചർ എന്ന് പറയുന്നത്. ഇത് സ്റ്റെമ്മിൽ നിന്നുള്ള അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് വരുന്ന കണ്ടോ നിങ്ങൾ? ഇതാണ് കാർഡമം, ഏലം. ഓക്കെ. സോ കാർഡമത്തിന്റെ സീഡ് ആണ് വി യൂസ് ഫോർ അവർ ഫുഡ്. സോ എഡിബിൾ പാർട്ട് ഓഫ് കാർഡമം ഈസ് സീഡ്. The edible part of ginger is stem. Edible part of turmeric is underground stem. Edible part of cloves is the flower bud. Edible part of pepper is the seed pod. അല്ലാതെ ഇതിന്റെ ലീഫ് അല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കുരുമുളകിന്റെ ലീഫ് അല്ല കഴിക്കുന്ന സീഡ് പോഡ്. So plants will have their own edible part also there, നോൺ എഡിബിൾ പാർട്ട് ആൾസോ ദെയർ. സോ എഡിബിൾ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതിനാണ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ തെങ്ങില്ലേ, നമ്മളുടെ കോക്കനട്ട് ട്രീ. സോ കോക്കനട്ട് ട്രീ തന്നെ എടുത്താൽ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിന് ഡിഫറെൻറ്റ് യൂസസ് കാണുമെങ്കിൽ പോലും എഡിബിൾ പാർട്ട് ഏതാ? കോക്കനട്ടിൻ്റെ അകത്ത് വളരെ ഇൻസൈഡ് ആയിട്ടിരിക്കുന്ന വൈറ്റ് ആ ഒരു സോഫ്റ്റ് ടിഷ്യൂ മാത്രമാണ് നമ്മളുടെ എഡിബിൾ. അതിൻ്റെ ചിരട്ട പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. സോ കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെയാ. നൗ ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനകത്തുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. കോമൺ പ്ലാന്റ്സ് ലൈക്ക് അടത്തോട. ഇതാണ് അടത്തോട എന്ന് പറയുന്നത്. ആടലോടകം എന്ന് നമ്മൾ നാട്ടിൽ പറയും. കറി ലീവ്സ് പ്ലാന്റ്. കറി ലീവ്സ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളുടെ കറിവേപ്പില. യെസ് ഓർ നോ? കറി ലീവ്സ് പ്ലാന്റ്. ഹിബിസ്കസ്, കുറുന്തോട്ടി, പനിക്കൂറ, then നീം, ടച്ച്മീനോട്ട് എന്ന് വെച്ചാൽ തൊട്ടാവാടി ചെടി. ഓക്കെ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ ഈ പ്ലാന്റ്സ് നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പ്ലാന്റ്സിനെ നിങ്ങളൊന്ന് പഠിച്ചേക്കോ, ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കോ, പഠിച്ചേക്കോ എന്ന് പറയുന്നത്. ഇതാണ് ടച്ച്മീനോട്ട്, നമ്മുടെ തൊട്ടാവാടി എന്ന്. നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ വാടി പോകത്തില്ലേ, ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞു പോകുന്നതാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. ഇത് ആടലോടകം. ഓക്കെ. നൗ അഗെയിൻ core portion. So all animals depend on plants for food. എല്ലാ അനിമൽസും പ്ലാന്റിനെയാണ് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. സോ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോ? ആ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? സോ എല്ലാ പ്ലാന്റുകളും എല്ലാ അനിമൽസും ഫുഡിന് വേണ്ടി പ്ലാന്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ടൈഗർ ഉണ്ട്. ആ ടൈഗർ പ്ലാന്റ് തിന്നുമോ? ഇല്ല. കാര്യം ടൈഗർ എന്ന് പറയുന്നത് കാർണിവോറസ് ആണ്. സോ കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മാംസഭുക്കുകളാണ്. ദേ ഈറ്റ് ഓൺലി മീറ്റ്. ഓക്കെയാ. അതേ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കൗ കാണും, നിങ്ങളുടെ വീട്ടിൽ ഗോട്ട് കാണും. സോ ഇതൊക്കെ എന്തൊക്കെയാണ്?
പോച്ചയൊക്കെ ഇതൊക്കെ ഹെർബിവോറസ് ആണ്, ഓർ ഹെർബിനെ തിന്നുന്നതാണ്, ഓർ ഗ്രേസിങ് അനിമൽസ് ആണ്. ഇത് പോച്ച തിന്നും, ഓർ ഇത് നമുക്ക് പറയാം പ്ലാന്റ്സിനെ തിന്നുന്നതാണ്. So herbivores are directly depend on plants for their food. Carnivores are depend upon herbivores for their food. So all animals depend on plants for food. So primarily plants ആണ് food produce ചെയ്യുന്നത്. So plants produce ചെയ്യുന്ന food herbivores കഴിക്കും, grazing animals കഴിക്കും. After that it is consumed by the carnivores. Okay. So carnivores also depending upon plants for food but indirectly. സോ ഇങ്ങനെയുള്ള ഈ കണക്ഷനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിൽ ഫുഡിന് വേണ്ടി അനിമൽസ് തമ്മിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ആവുന്നതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ഫോർ അസ്. ഓക്കെ, നൗ ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാം. ക്യാൻ യു സീ ദിസ് പിക്ചർ? സോ ഈ പിക്ചറിനകത്ത് കണ്ടോ നിങ്ങൾ സൺലൈറ്റ് കാണാം, ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് ലീഫിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് റൂട്ടിൽ പിക്ചറിൽ. സോ അതിൻ്റെ താഴെ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് യു ക്യാൻ സീ ദാറ്റ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ in presence of sunlight and chlorophyll, two items, one is glucose, second one is oxygen. Or simple ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ്സിലെ ഗ്രീൻ പ്ലാന്റ്സ് അവർ കാർബൺ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുത്തിട്ടെ, വെള്ളത്തെ താഴെ റൂട്ടിൽ നിന്ന് വലിച്ചെടുത്തിട്ടെ അവരുടെ ലീഫിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ്. സോ ക്ലോറോഫില്ലും സൺലൈറ്റിൻ്റെയും കൂടെ പ്രസൻസിൽ അവർ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്. പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ്. സോ പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതിലേ കൂടെ റൂട്ട്സിലൂടെയാണ്. ദിസ് വാട്ടർ കണ്ടെയ്ൻസ് വേരിയസ് മിനറൽസ്. യെസ്, plants also absorb carbon dioxide from the atmosphere. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട് ത്രൂ മൈന്യൂട്ട് പോർസ് പ്രസന്റ് ഇൻ ദെയർ ലീവ്സ്. അവരുടെ ലീവ്സിലുള്ള മൈന്യൂട്ട് പോർസ്, ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. സോ ഈ പോർസിനെയാണ് നമ്മൾ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഈ ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഓൾ ദീസ് ഡൺ ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ലീവ്സ്. ശരിയാണ്. കിച്ചൺ, പ്ലാന്റ്സിലെ കിച്ചൺ ഏതാണ്? ലീവ്സ് ആണ്. ലീവ്സിൽ വെച്ചാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഗ്ലൂക്കോസ്. സോ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ലീവ്സ്. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. സോ നിങ്ങളുടെ എക്സാമിൽ ചോദിക്കും വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുന്നത്? ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. യെസ് ഓർ നോ? ഫോട്ടോസിന്തസിസ്. ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് എന്നാ മീനിങ്. സിന്തസിസ് എന്ന് വെച്ചാൽ മേക്കിംഗ്. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ്, ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് യു ആർ സിന്തസൈസിങ്, യു ആർ മേക്കിംഗ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്. Okay, so photosynthesis is the process of preparation of food in the plants